ഇന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് ചിന്താപ്രഭാതം ആരംഭിക്കാം. അന്ധയായ ഒരു പെൺകുട്ടിക്ക് കാഴ്ച ലഭിച്ച കഥ അതിങ്ങനെ. കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടിക്ക് ജീവിതത്തോട് വല്ലാത്ത മടുപ്പ് തോന്നി. ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരും നിറങ്ങളെ ആസ്വദിക്കുന്നു. തനിക്ക് മാത്രം അതിന് പറ്റാത്തതിൽ അമർഷവും സങ്കടവും പെരുകി. പക്ഷേ അവളുടെ ജീവിതത്തിലേക്ക് വന്ന പുതിയൊരു സുഹൃത്ത് അവളുടെ ചിന്തകളാകെ മാറ്റിമറിച്ചു. അവന്റെ സൗമ്യമായ വാക്കുകൾ അവളുടെ മനസ്സിന് തണുപ്പേക്കി. വിധിയെ പഴിച്ചുള്ള വാക്കുകൾ ഇല്ലാതെയായി. ജീവിതത്തിനോടും തൻ്റെ ആയുസ്സിനോടും അവൾക്ക് സ്നേഹം കൂടി. ഒരു ദിവസം അവനോട് അവൾ പറഞ്ഞു, നിന്നെയും എനിക്ക് പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും കാണാൻ തോന്നുന്നു. ഇനിയുള്ള ജീവിതം നിന്റെ കൂടെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വീട്ടുകാരും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാഴ്ച കിട്ടിയാൽ മാത്രമേ ഒരുമിച്ചുള്ളൊരു ജീവിതം എനിക്ക് ആഗ്രഹമുള്ളൂ. ആ വാക്കുകൾ ഹൃദയം കൊണ്ടാണ് അവൻ കേട്ടത്. അവളുടെ ആഗ്രഹം അവൻ്റെയും ആഗ്രഹമായി തീർന്നു. കണ്ണുകൾ ദാനം ചെയ്യാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് അവൻ ഒരുപാട് അലഞ്ഞു. ആ അന്വേഷണം വിജയം കണ്ടു. അവൾക്ക് കാഴ്ച ലഭിക്കാൻ പോകുന്നു. സർജറി വിജയകരമായി അവസാനിച്ചു. നീണ്ട വിശ്രമത്തിനൊടുവിൽ അവളുടെ കണ്ണിലെ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അവളുടെ നെഞ്ചു പിങ്ങി. ഡോക്ടർ കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ നിറങ്ങളുടെ വൈവിധ്യ ഭംഗിയിലേക്ക് അവൾ കൺപോളകൾ വിടർത്തി. എല്ലാവരെയും കണ്ടിട്ടും ആ സുഹൃത്തിനെ മാത്രം ഇതുവരെ കണ്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞാണ് ആ കൂടിക്കാഴ്ചയുണ്ടായത്. അവനെ കാണാൻ അവൾ കാത്തിരിപ്പിലായിരുന്നു. പക്ഷേ തമ്മിൽ കണ്ടപ്പോൾ അവൾ ഞെട്ടി. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തവനാണ് ആ കൂട്ടുകാരൻ. കാഴ്ചയുള്ള ജീവിതത്തിന്റെ രസങ്ങളൊക്കെ പറഞ്ഞെങ്കിലും വിവാഹത്തെക്കുറിച്ച് മാത്രം അവളൊന്നും പറഞ്ഞില്ല. അവളത് മറന്നതുപോലെ തോന്നി. ഒരു ദിവസം അവൻ അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവൾ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു, ഇല്ല, താല്പര്യമില്ല. കാഴ്ചയുള്ള ഒരാളെ മതി എനിക്ക് ഭർത്താവായി. ആ വാക്കുണ്ടാക്കിയ ഹൃദയഭാരത്തോടെ അവൻ യാത്ര ചോദിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ വഴിയിലേക്ക് അവൻ വന്നതേയില്ല. ആഴ്ചകൾക്ക് ശേഷം ഒരു കത്ത് അവളെ തേടി വന്നു. ഒരുമിച്ചുള്ള ജീവിതം ഞാൻ കാത്തിരുന്നതാണ്. നീ അത് ആഗ്രഹിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ കഠിനമായ ദുഃഖം തോന്നി. നിന്നെ ഓർക്കുമ്പോൾ സങ്കടവും ദേഷ്യവും മാറി മാറി വരുന്നു. അതുകൊണ്ട് ഇനി ഓർക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പിന്നെ ചെറിയൊരു കാര്യം പറയട്ടെ. നിനക്ക് കിട്ടിയ ആ കണ്ണുകളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പരിക്കുകളില്ലാതെ സൂക്ഷിക്കണം. കാരണം നിന്റേതാകുന്നതിന് മുമ്പ് അത് എൻ്റേതായിരുന്നു. എളുപ്പമല്ല, എന്നാലും വേദനിപ്പിച്ചവരെ വിട്ടുകളയുക. മറക്കാനോ പൊറുക്കാനോ ഒന്നും നിൽക്കണ്ട. ചുറ്റും നോക്കിയിരുന്നാൽ ഓർമ്മകൾ വന്ന് മുറിവിൽ തൊടും. മുന്നിലേക്ക് നോക്കി സ്വന്തം ജീവിതത്തെയും കെട്ടിപ്പിടിച്ച് യാത്ര തുടരുക. ഒത്തിരി ഇഷ്ടത്തോടെ ശുഭദിനാശംസകൾ. രചന ബേബി മാത്യു, അടിമാലി. ശബ്ദം നിഷാദ് സിൻസിയർ.